കളിച്ചപ്പോൾ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അവിടെ വരെ കളിക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഫുൾ കളിക്കാൻ പറ്റും. ഇവിടെ എത്തിയിട്ടുണ്ട്. അറിയത്തില്ല പോകാം. ഇങ്ങനെ നടക്കാനല്ല നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടെണ്ണം എടുത്തു. ഉപ്പ് രണ്ടെണ്ണം എടുത്തായിരുന്നു. നമ്മൾ ഗ്രീൻ കീ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി മൂന്നാമത്തെ ചീസ് എടുക്കാം. ഗെയിം ഫുൾ കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് ഈ ഗെയിം സാധാരണ ഇത്രയും നമുക്കിനി 9 എണ്ണം കണ്ടുപിടിക്കണം. ഇപ്പോൾ 4 ഇനി 5 എണ്ണം കൂടി കണ്ടുപിടിക്കണം. 5ാമത്തെ ഗ്രീൻ കീ വെച്ച് കൊടുത്താൽ നമുക്കൊരു റെഡ് കീ എടുത്തിട്ടേ പോകത്തുള്ളൂ. റെഡ് കീ എടുത്തിട്ടേ പോകത്തുള്ളൂ. ഇതിനെ കൂട്ടിൽ കയറാൻ പറ്റത്തെ ഒരു സംശയം കഴിച്ചറിഞ്ഞ ലാഗ് ഉണ്ടോന്ന്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. എന്തോ ഹാക്കാണെന്ന് അറിയത്തില്ല. ഗ്രീൻ സ്ഥലത്തോട്ട് തിരിച്ചു പോകണം. ഈ വഴി പോയി റെഡ് കഴിച്ചത്. ആ റെഡ് കീടും ഗ്രീൻ അടുത്ത് കയറാം. നമ്മൾ ഒന്നുകൂടെ കളിക്കാൻ ആസിഫില്ല. ആസിഫിനെ വിളിച്ചിട്ട് അവൻ എടുക്കത്തില്ല. നമ്മൾ കളിക്കാൻ വരാത്ത എളുപ്പം. ആ ഗ്രീൻ കീ അടുത്തെത്തി കയറി. കേറുന്നില്ലടോ. ഓടെ എന്തോ അടത് നെറ്റിൻ്റെ പ്രശ്നമൊന്നും അല്ലടോ. എന്തോ ഒരു കൊച്ചു സാധനം നമ്മളെ ഡിവൈസ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ശ്രമം കൂടി കയറുക. നമ്മൾ ബ്ലോക്സ് കൊളപ്പറാണ് നമുക്കെല്ലാം കിട്ടിയത്. ഇപ്പോഴാണ് സാധനം കിട്ടിയത്. എന്താ അറിയത്തില്ല. ഇപ്പം കിട്ടിയത് നമുക്ക് എന്താ എക്സിറ്റി. നമ്മൾ 5ാമത്തെ ചീസ് അടിച്ചു. എക്സിറ്റിൽ പോയി നമുക്ക് 6ാമത്തെ ചീസും എടുത്തോണ്ട് വരാം. അയ്യോ നമ്മൾ വീണ് കഴിച്ച എന്താ അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ന്യൂബാണോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നു നമ്മൾ ഓടിപ്പോകുന്നത്. നമ്മളുടെ അടുത്ത് ആള് നമ്മൾ 6ാമത്തെ എടുത്തപ്പോൾ ഹൗ ആർ യു നമ്മളിപ്പം ഇവിടെ റെഡ്ക്കി കുറച്ച് ദൂരം പോകണം. ഓക്കെ ഇപ്പോൾ റെഡ്ക്കി എടുക്കാൻ പോകുന്നത്. റെഡ്ക്കി എടുത്തിട്ട് വരാം. ആ റെഡ്ക്കി എടുക്കുമ്പോൾ നമുക്ക് പലക കിട്ടും.
ആ പലക എടുത്തുകൊണ്ട് വെച്ചാൽ നമുക്ക് രണ്ടൊന്നും കിട്ടും. എൻ്റെ കയ്യിൽ വരും ആൾക്കൊന്നുള്ളൂ. ഗെയിംസ് എടുത്തിട്ട് ഈ വഴി പോവാം. ഇതിൻ്റെ പെട്ടെന്ന് അവിടെ ഗ്രീൻ കേക്ക്. എടാ അവിടെ ജസ്റ്റ് നോക്കുന്ന ഗ്രീൻ കേടാ അറിയാൻ പറ്റില്ല. ഇവിടെ പിന്നെ തുപ്പഴണ്ടില്ലല്ലോ അല്ലേ? കയറുന്നു ക്ലോസ് ചെയ്യണ്ടോ? ഈ എക്സിറ്റ് ഒന്നുകൂടി കയറണം. ഗെയിം വെറും 5 മിനിറ്റ് ആവുള്ളൂ കേട്ടോ. ഇതൊന്നും പറയരുത്. 6 മിനിറ്റ് ഗെയിം ആയുള്ളൂ. നമ്മൾ ഗെയിം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആണ്, ഫുള്ളല്ല, ഓൾമോസ്റ്റ്. ഏകദേശം നമ്മൾ താഴെ ഇടവാണ്. ബ്ലോക്ക് കിട്ടി. ഈ ബ്ലോക്ക് ഗ്രീൻ എടുക്കുന്ന സ്ഥലത്തുണ്ടോ പിടിക്കും തോന്നുന്നു കേസ് നമ്മളെ. ബ്ലൂ എന്താ അറിയത്തില്ല. എനിക്ക് മാത്രം എനിക്ക് ഭയങ്കര ലാഗ് എന്താ അറിയത്തില്ല. എനിക്കുണ്ടോ റബ്ബി. എൻ്റെ ബാക്കുണ്ട്. കണ്ടില്ല നമ്മളെ ഗെയിം ഇപ്പോൾ 7 മിനിറ്റ്. അപ്പം നമുക്ക് എത്ര ചീസ് കിട്ടിയല്ലോ. നമുക്ക് ഒരു ചീസ് കൂടി കിട്ടി. നമ്മൾ ഈ ഗെയിം ഫുൾ എസ്കേപ്പ് ആയിട്ടോ. ഓ ഇല്ലടാ എങ്ങനെ പിടിക്കുന്നേ? കുറച്ച് ടൈമേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ പോയി കംപ്ലീറ്റ് ആക്കണം. നമുക്കിപ്പോൾ ഓടിപ്പോയി എവിടെ കയറണം ഗൈസ്. ഓടിപ്പോണം. ആ സാധനം തുറന്നു വെക്കണേ. 30 സെക്കൻഡ് ഉണ്ട്. നമുക്ക് 30 സെക്കൻഡിനുള്ളിൽ ഗായ്സ് അടഞ്ഞു പോയി ഗായ്സ്. ഞാൻ പോയി തുറന്ന് ഞാൻ തന്നെ തരണോ? ഞാൻ ഗ്രീനിക്ക് അവിടെ വരെ കൊണ്ടിടാൻ കൂടി പിന്നെ ബുദ്ധിയില്ല. ബുദ്ധി ഉദിച്ചു. ബുദ്ധി ഇത്ര നേരം ബുദ്ധി ഇല്ലായിരുന്നു. ഇപ്പം അടുത്ത ബുദ്ധി വന്നു. നമ്മളാ ബുദ്ധി കൊണ്ട് ഈ വഴി കയറി. ഇനി ആ ബുദ്ധി ആ വഴി പോകുന്നതായിരിക്കും. നമ്മൾ ഈ ബുദ്ധി ഈ വഴി പോകണം. ഈ വഴി പോയി നേരെ പോകണം. നേരെ പോയി ലെഫ്റ്റ് പോകുമ്പോൾ നമ്മളെ പിടിക്കത്തില്ല. അപ്പം പോയി പിന്നെ അപ്പം നമ്മളെ പിടിക്കും. അവിടെ എന്തുവാടാ ഞാൻ ചത്തിട്ടെന്നെ പിടിച്ചില്ലേ? എന്തുവാടാ അടുത്തൊക്കെ അവനെ പിടിച്ചില്ലടാ. എന്തൊരു നോബടാ ഇവൻ. എനിക്ക് മാത്രമേ ധൈര്യമുള്ളൂ കേട്ടോ. ഞാൻ മാത്രമേ ഓടി കളിക്കുന്നുള്ളൂ. ഇവന്മാരാരും ഏറ്റവും വലിയ ബ്ലൂക്ക് ആവശ്യമുണ്ട് ഇവിടെ. നമ്മൾ ചാപ്റ്റർ 1 തന്നെ കേട്ടോ. നമ്മൾ ഗെയിം ഫുള്ളൊന്നും എൻഡ് ചെയ്യത്തില്ല. അല്ലാതെ ചാപ്റ്റർ 1 ഓൺലി 1 തുറക്കണോ? ഓണാക്കണോ? ഓണാവിടെ ഓണാവുന്നില്ല കഴിച്ച് തേങ്ങ. ഓക്കെ എന്തായാലും നമ്മളെ ടൈം ഉണ്ട്. 15 സെക്കൻഡ് ഉണ്ടെന്ന് റെഡ് കീ കൊടുക്കത്തില്ല. ഇറ്റ്സ് യുവർ നമ്മൾ വരിക. 13 തന്നെ നിൽക്കണം അവിടെ. എൻ്റെ ഗെയിം ഭയങ്കര പാടിലോടാൻ. 30 സെക്കൻഡ് ഇവിടെ ചാടി
ഇവിടെ നല്ല ഇല്ല ഇവിടെ അടുത്തങ്ങോട്ടായിരുന്നല്ലേ ഇറക്കിയതേനാ. ഇവിടെ ഇവിടെ വേണ്ട ഇറക്കി വേണ്ട നമ്മളവിടെ കയറിപ്പ ഞാൻ അവിടെ പോയി തുറന്നിട്ടാടാ തിരിച്ചു വന്നേ. എന്നിട്ട് ഇവ എനിക്ക് നന്ദില്ലടാ. എന്ത് കഷ്ടപ്പാടാന്നറിയാവോടാ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നേ. കഷ്ടപ്പെട്ടാ കളിക്കുന്നു. ആലോചിച്ചു നോക്കും. വേറൊരു കാര്യം, നല്ല ലാഗെന്ന് പറയാൻ എൻ്റെ വീട്ടിൽ നെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്. ബട്ട് എന്തൊരു പ്രശ്നം, നല്ല ലാഗ് ഉണ്ട്. അത് ഞാൻ പിടിച്ചാൽ കാണാൻ പറ്റില്ല. എനിക്കെന്നെ പിടിക്കും. എനിക്കറിയാൻ പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല. എന്നെ പിടിക്കും. എൻ്റെ അടുത്ത് വന്നിട്ട് ഇവനങ്ങ് പോകും. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും അറിയും. നമ്മൾ ഇന്ന് കളിച്ചാൽ ലാസ്റ്റ് ചീസ് കൊടുത്ത് എസ്കേപ്പായി അടുത്ത എസ്കേപ്പ് നടത്തിയിട്ടേ നമ്മളെന്ത് ജയിക്കത്തുള്ളൂ. പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ നമ്മളെ കളിയാ. നമ്മളാണ് തെക്കിട്ട് അപ്പം തന്നെ ഓടും കേട്ടോ, വേറെ വഴിയില്ല. നമുക്ക് ഇച്ചിരി ജോലിയൊക്കെ ചെയ്യണം. ഞാൻ ഞാൻ ഓടാൻ പോകുന്നു. ഗെയിം ലാഗാണ്, ഇപ്പം ലാഗ് ഉണ്ട്. ഈ വഴി തന്നെ പോകണം. ഈ വഴി പോയി ലെഫ്റ്റ് നമ്മൾ ഈ വഴി ലെഫ്റ്റ് എടുത്തു, ടേൺ എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മൾ 30 സെക്കൻഡ് കൊണ്ട് അവിടെ നിന്ന് എത്തത്തില്ല. മനസ്സിലാക്കാം. ഇവിടെ എത്തിയ ഓടി തേങ്ങ എൻ്റെ ഇടയിൽ കയറി. എടാ ഞാനിനി എത്ര വീണ്ടും പോകണോടാ, ഒന്ന് ആലോചിച്ച് നോക്കറാ. ഈ ചീസ് എസ്കേപ്പ് ഇന്ന് തന്നെ വട്ടുപിടിപ്പിക്കും കേട്ടാ. ഇന്ന് ചീസ് എസ്കേപ്പ് എന്നെ വട്ട് പിടിപ്പിക്കും. നടക്കൂല മോനെ. ഇത്ര ടൈമായിട്ട് ഞാനേ കാണിച്ചതാണ്. അത് ക്ലോസ് ആയത്. ഒരാൾ മണ്ടയിൽ പോയി വീണി, ഞാൻ ഒന്നുകൂടെ മണ്ടയിൽ പോയി ഓപ്പൺ ആക്കണം. ഇത് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നേ. ഇവിടെ കളിക്കുന്നമാരൊന്നും ചെയ്തല്ലേ. എന്നൊരു കഷ്ടപ്പാടാ ഇതൊക്കെ. എത്ര നേരം കൊണ്ട് ഒരു സാധനത്തിന് വേണ്ടി ഓടുന്നറിയോ? എത്ര നേരം കൊണ്ട് തേങ്ങ. ഈ ഗെയിം നമ്മൾ 7 മിനിറ്റ് കംപ്ലീറ്റ് ആക്കുന്ന സാധനം 13 മിനിറ്റ് ആയിരുന്നു. ഒരു ചീസും കൂടി മതിയായിരുന്നു. നമുക്ക് മാത്രമേ ഇത് ഓണം. അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി വരണ്ടോ? അതാണ് എൻ്റെ കളിക്കാൻ കേസ് നെറ്റിനടുത്ത് കളിക്കാം. ഇപ്പൊ ടൈം 28 സെക്കൻഡ് എങ്ങാനുണ്ട്. നമുക്ക് ഇത്ര സെക്കൻഡ് ധാരാളം. ഇവിടെ ഉണ്ട്. ദേഷ്യം വരും. താണ്ട റിക്കിയുടെ സ്ഥലം. ഞാൻ റിക്കിയുടെ സ്ഥലം തപ്പോ. നീ ഒരു സാധനത്തിന് വേണ്ടിയാ ഇത്ര നേരം കഷ്ടപ്പെട്ട. അവസാനത്തിന് കിട്ടി. ഇനി നമ്മൾ സിമ്പിളാ. ഇനി നമ്മൾ ഇവിടെ നോടി ഗെയിം കിട്ടുന്നത് എന്താ. നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്നിട്ടും ഒരു 5 മിനിറ്റ് ഒരു ഇടവേളയ്ക്ക് പോയാണ്. 5 മിനിറ്റ് അവിടെ നിന്നിട്ടും ആ പൊട്ടാനെ പിടിച്ചില്ല. നെറ്റ് പോയി. നെറ്റൊന്ന് കേറടാ കുഞ്ഞാക്കൊന്ന് കേറടോ.
ബ്ലോക്ക് എൻ്റെ അടുത്ത ഗെയിം ഇവരൊന്നും കാണിക്കുന്നുണ്ട്. നല്ല പേര് രണ്ട് പേര് ഇപ്പോഴത്തേക്ക് മാത്രമാണ് ഈ എൻഡിങ് വന്നിരിക്കുന്നത്. ഒരിക്കലും എൻഡിങ് വരണ്ടല്ല. Now also we have to you can escape. No bro. ഇനി നമ്മൾ കുറേ കളിക്കണം. കുറേ എന്ന് പറഞ്ഞാൽ കുറേ. നമ്മള് നോക്കും. എസ്കേപ്പ് 20 മിനിറ്റ് പറഞ്ഞത് 16 മിനിറ്റ് ഗെയിം ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ ട്രൈ ഇതല്ല എല്ലാം പോയി കേട്ടോ. നമ്മുടെ അടുത്തുണ്ട്. പോയിട്ട് നമുക്ക് കേട്ടുക. നമ്മളെടുത്ത് തക്കാളി. നമുക്ക് ചീസൊന്നും വേണ്ട, നമുക്ക് കീ മതി. നമ്മളെ കയറി ഇവിടെ കോഡ് 3842. നമ്മൾ നേരത്തെ ഇതൊക്കെ സ്കിപ്പ് ചെയ്തു. നിങ്ങൾ കണ്ടായിരുന്നു, എന്താ അറിയത്തില്ല. നമ്മൾ നെറ്റിലാതുകൊണ്ട് സ്കിപ്പായി. ഒന്നും അവിടെ എത്തത്തില്ല. എടുക്കണമായിരുന്നു കേട്ടോ അടുത്ത. അയ്യോ നമുക്കൊരു കാര്യം ചെയ്യണോടെ, ഇത് ജിങ്കകത്തോട്ട് പോകണം. നമുക്ക് ഡോറിനോട് പോവാം. കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. കണ്ടില്ല. ഈ ഇവിടെ കാണുന്നുണ്ട്. ഇത് നമ്മൾ വൈക്ക് എടുത്തിട്ട് ഈ വൈക്ക് ഇവിടെ യൂസ് ചെയ്യണം. ഈ വൈക്ക് യൂസ് ചെയ്യാൻ നമ്മൾ താഴെയാണ്. അപ്പം നമ്മൾ പാർട്ടി എടുത്തും. പിന്നെ യെല്ലോ കീ എടുക്കും. ഈ യെല്ലോ കീ യൂസ് ചെയ്യാൻ അവിടെ പോയി ചീസ് കിട്ടും. ആ ചീസ് നമുക്ക് എന്തായാലും വേണം. നമ്മളെ തിരിച്ച് കയറി തിരിച്ച് കയറിപ്പെടുക. ഷുവർ നമ്മൾ വീട്ടിൽ താഴെ ചാടി ഈ യെല്ലോ കീ യൂസ് ചെയ്യാൻ നിങ്ങൾക്കറിയാം ഇല്ലല്ലോ. വെയിറ്റ് ആൻഡ് സീ ഗൈസ്, വെയിറ്റ് ആൻഡ് സീ. ഇവിടാണ് ഗൈസ് യെല്ലോ കീ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറും. ഒബ്വിയസ്ലി നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറും. ഇനിയാണ് കളി. നോക്ക്, നമ്മൾ 6 ബട്ടൺ
ആ ബട്ടൺ എവിടെ ഏറ്റിട്ട് ഇരിപ്പുണ്ട്, നമ്മളതെല്ലാം ക്ലിക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ റാറ്റ്. ഈ റാറ്റ് നമ്മളെ പിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ രക്ഷപ്പെട്ട് ഫസ്റ്റ് ബട്ടൺ ഞാൻ കണ്ടുപിടിക്കും. ഫസ്റ്റ് ബട്ടൺ ഞെക്കുന്നു, അങ്ങനെ വേണം ഈ ഗെയിം കളിക്കാൻ. കുറേ ഉണ്ട്, കുറേ. ഇത് ഭയങ്കര പാടേ. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തത് പിന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ആവാൻ ടൈം എടുക്കുന്നതാണ്. സെക്കൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, തേർഡ് ബട്ടൺ ഇരുന്നതിലൂടെ അപ്പം മറ്റേ ബട്ടൺ ക്ലിക്ക് ചെയ്തില്ലേ, മറ്റേ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നമ്മൾ പിടിച്ചു. അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ വന്ന് കാണണം. നമുക്ക് പിന്നെ അപ്പുറത്ത് പോയാൽ മതി. നമ്മൾ നേരത്തെ നമ്മൾ വീണ്ടും എണ്ണത്തോട്ട് കയറും. മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ. അയ്യോ, ഇനി ലാസ്റ്റ് ബട്ടൺ എവിടെയാണ്? ലാസ്റ്റ് ബട്ടൺ എവിടെ ആയിരുന്നു? ചെയ്യണം. ജ്യൂസ് കുടിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മളല്ല ഒരു ബട്ടൺ കൂടി കണ്ടുപിടിച്ച് നമ്മൾ ഗെയിം ഫിനിഷ് അല്ല, ഗെയിം ഫിനിഷ് ചെയ്യാൻ ടൈം എടുക്കും. നമ്മൾ പോയിന്റ് വരത്തും കൈ ഇനി ഇവിടെ വല്ലതും ഉണ്ടോ? ഇത് സേഫാണ് കേട്ടോ. കുടിക്കാൻ പോവാ. റോബക്സ് ജോയിൻ ചെയ്താ റോബക്സ് നോക്കാം. അയ്യോ എനിക്കടുത്ത് എവിടോ വന്നിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇവനെയും കൂടി തോപ്പിച്ച് നമ്മൾ ഒരു ബട്ടനും കൂടി കണ്ടുപിടിക്കണോടെ. നീ ആ ബട്ടൺ എവിടെ ആയിരിക്കും? നമുക്ക് ഞാൻ ഇത് വീഡിയോ സെർച്ച് ചെയ്യാൻ പാടില്ല. ഇവന് ഡയറക്റ്റ്
ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ ഗെയിമിൻ്റെ പകുതി മുക്കാൽ കംപ്ലീറ്റ് കൂടെ നമുക്ക് കുറച്ച് നേരം നെറ്റില്ലാത്തതിൻ്റെ അടുത്ത് പോവാം. കാരണം നെറ്റില്ലാത്തതിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റും. ക്ലിക്കാണെങ്കിൽ നമ്മളവിടെ പോവല്ലോ. നമ്മളുടെ ഒത്തിട്ട് കയറി വീണ്ടും ഒത്തിട്ട് കയറി കുറേ ടൈമായി കേട്ടോ. ഡയറക്റ്റ് പോകുമ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലൊക്കെ ചെന്ന് കയറും. അത് കയറും. അപ്പോൾ നമ്മൾ വീണ്ടും കൊടുക്കും. അതിൻ്റെ ബാക്കിൽ പോയി നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് പോകും. എനിക്ക് ഇവിടെ മനസ്സിലായെങ്കിൽ എന്നെ വേണം. എനിക്ക് ഈ വഴി പോ. ഇത് എവിടെയെങ്കിലൊക്കെ ഒരു വഴി കൊണ്ടുപോയി. അടുത്ത ബട്ടനായി 5th ബട്ടൺ. ഇടയിൽ വല്ലോ 5th 6th ബട്ടൺ. ഇത് ഞാൻ ചെയ്തില്ലടാ. എന്നെ പിടിക്കാൻ ചെയ്തില്ല. നമ്മളെ ക്ലിക്കായ നമ്മൾ ഡയറക്റ്റ് കൊത്തിയിട്ടു. നമ്മളെ പിടിച്ചു. കേട്ടോ ഉണ്ടാവുന്നേ അറിയത്തില്ലല്ലോ. മറ്റുള്ള അടുത്തോട്ട് പോകാൻ നെറ്റുള്ള വീണ്ടും വന്നേ. വീണ്ടും PTG Pro നല്ല പേര്. ലാസ്റ്റ് ബട്ടൺ ഇവിടെ നമ്മൾ ഇനി റൈറ്റ് വന്നു. ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് പാട് കേസ്. ഫസ്റ്റ് ബട്ടൺ എല്ലാ ബട്ടണും നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ബട്ടൺ വെച്ചു. പിന്നെ കുറേ വഴിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ വഴി എല്ലാം പോയി നോക്കുന്നുണ്ട്. ഒരു ബട്ടൺ കിട്ടണ്ടേ. നമ്മളെപ്പോഴും ഈ വഴി വന്നിടാ. ബട്ടൺ മാറാനാണല്ലേ. ഞാനൊന്ന് നോക്കട്ടെ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനേ നോക്കിയിട്ട് പറയാം. പിന്നെ ഇന്ന് കളിക്കുന്നൊരു ബ്രേക്ക് കിട്ടി. സംഭവം എന്ന് പറഞ്ഞ ഒരു ബട്ടൺ അതിൻ്റെ ഇട ഒരെണ്ണം അവ കൊണ്ടുവച്ച് അത് ഞാൻ കളിച്ചു, കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കിയില്ല, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്ത് പറയും കുറേ ടൈം എടുത്തു കേട്ടോ. നല്ല ടൈം എടുത്തു. ഞാൻ എന്തോ 1 മണിക്കൂറൊന്നായി ടൈം എടുത്തു ആ ഒരെണ്ണം കണ്ടുപിടിച്ചെടുത്ത്. നമുക്ക് ഇനി ഗ്രേക്ക് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വീണ്ടും എനിക്ക് ഇത്രയും കീ ഉണ്ടാ. പർപ്പിൾ കീയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഗെയിമിൽ.
അയ്യോ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാ, അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ട് ഗൈസ്. നമുക്ക് ചീസ് ഒന്നും വേണ്ട, നമ്മൾ കയറി കയറി കയറി. ഓ പേടിച്ചോല്ല. അയ്യോ ബ്ലൂക്ക് എടുത്തില്ലടാ, പലക ഉണ്ടോ, പലക വേണോടാ. എടാ അവിടെ പോയ പലകയൊന്നും വേണ്ടടാ. യാ ബ്രോ ഇത് ഓർത്ത് വെക്കണം. ഓ പർപ്പിൾ കീ എവിടാണ്? പർപ്പിൾ കീ എവിടാന്ന് കണ്ടുപിടിച്ചിട്ട് വരാവേ. എനിക്കറിയത്തില്ല എവിടാണ്. അല്ല നമുക്ക് എന്തായാലും ഇത് ചിലപ്പോൾ ഞാൻ റോ ആയിട്ട് ഇടും, ചിലപ്പോൾ കട്ടാക്കി ഇടും. കാരണം എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും വേണ്ട ഒരു ഫണ്ണൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് പറയത്തില്ലേ അതെന്തുവാ അവൻ്റെ ഇത് കൊള്ളത്തില്ല, നമ്മൾ വെറുതെ എന്തിനാ അത്ര ഇടുന്നേ. ഗിഫ്റ്റ് റാറ്റിന് കൊടുക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ചത്തേ പറ്റത്തുള്ളൂ. ഫൈനലി എനിക്ക് ഇത്രയും പൊഴിക്കുന്നുണ്ട്. മിസ് ബ്ലോഗിയാണ്, അത് ഞാൻ എടുക്കത്തില്ല. നമ്മുടെ കീടെ ഉപയോഗമില്ല. നമ്മളിവിടെ നമുക്ക് ഇവിടെ പോകണം. ഈ ഗിഫ്റ്റ് റാറ്റിന് കൊടുക്കണം നമുക്ക് പറഞ്ഞിരിക്കണേ. എന്തായാലും ഇപ്പോൾ 7 ഐറ്റോടാ. എടാ 7 ഐറ്റോടാ ഈ സാധനം. നമുക്ക് എന്തായാലും ബ്രോ എന്താണ് യു ഗൈസ് എന്താണ് ഇത് വീണ നമ്മള് ചാമ്പട്ടെ. കളിക്കുന്നു. എൻ്റെ ഒന്നാറ് ഗിഫ്റ്റും തീർന്നു, ഗിഫ്റ്റും ഇല്ല. പക്ഷെ ആദ്യം കളിക്കണം. കൊച്ചു കേരളത്തിൽ പോയിരുന്നെ. എൻ്റെ കൂടെ വേറൊരാളാണ് ജിനിയപ്പൻ എന്നാണ് അവൻ്റെ പേര്. ജിനായപ്പൻ പക്ഷേ പേരാണ് ജിനായപ്പൻ, നല്ലൊരു പേരാണ്. ഞാൻ കൊച്ചുങ്ങൾക്കൊല്ല പേര് കൊടുക്കുന്നത് ജിനായപ്പൻ എന്ന് മാത്രം പേര് കൊടുക്കാവൂ. ഹായ് ഗോജു എന്തുവാട്ടിത്? 4 പേര് വേണം. ഇവിടെ വാടാ, ഇവിടെ വാടാ, എടാ ഇവിടെ വാടാ, ഇതിനകത്ത് വാടാ. എടാ ഞാൻ ഒറ്റയ്ക്കോടാ, എങ്ങനെ ചെയ്യുന്നേ? എടാ ബോസ് ഫൈറ്റ് ആണോ? എന്തുമ്പോ 4 പേര് വേണമെന്ന് പറയുന്നു. യെസ് ഗൈസ്, ഞങ്ങൾ 2 പേരും കയറുന്നുണ്ട്. അവന്മാരൊന്നും വരുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇപ്പം 5 അവൻ ടെലിപ്പോർട്ടിക്കാണ്. എന്തൊരു 15, 14, 13, 12,
11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഒന്നായില്ലേ? 1. ബ്രോ ബോസ് ഫൈറ്റ്. എടാ ബോസ് ഫൈറ്ററാ. ചാവാതിരിക്കുന്ന ആൾക്കാർ എന്നാ ഗെയിം 10ാം ക്ലാസ്സിലല്ല കോപ്പറേറ്റ് ഇട്ട് വേണ്ട. അതറിയാം വേണം മണി അതറിയാം. വലിയ പാടായത്. ഈ ബോസ് ഫൈറ്റ് കംപ്ലീറ്റ് ആക്കിയ ഈ ഗെയിമിൻ്റെ ഫുൾ, അതായത് ഗെയിം ഫുൾ അല്ല, ചാപ്റ്റർ 2 ഉണ്ട്, 3 ഉണ്ട്, ഗെയിമിൻ്റെ ഈ പാർട്ട്, അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി. അയ്യോ ഒന്നും ഉണങ്ങിയില്ല. ഇവൻ്റെ അടിയൊന്നും വാങ്ങിച്ച് കൂട്ടാതിരിക്കുന്നതാണ് ഗൈസ് ബെറ്റർ. എൻ്റെ ബാക്കിലാണ് ആ പൊട്ടൻ ഉള്ളത്. നമ്മൾ ചീസിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഞാൻ ചേർത്തടാ, ഞാൻ 19 സെക്കൻഡുള്ള ഹെൽത്ത് കൂട്ടി അവനെ അടിച്ച് അവനെ കൊണ്ടു. ചാവലട അവനേറി. ഹെൽത്തെടുത്തു ഈ ഗെയിം നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കി. ഞാൻ ഇവിടെ എല്ലാം അതിന് ഭയങ്കര ആഗ്രഹമില്ലേ കംപ്ലീറ്റ് ആക്കണമെന്നാണ്. കയറിക്കോ 3ാമത്തെ ആൾ കയറിക്കോ. ഓക്കെ സെറ്റ്, എല്ലാം സെറ്റ്. ഒരാളും ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനത്തെ നമ്മൾ എവിടെയും പോകത്തില്ല. അയ്യോ 35 മിനിറ്റ്, 40 മിനിറ്റ് ആവാറായ ഗെയിം ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട്. 3/4 മണിക്കൂർ ആവാറായി ഗൈസ്. 3/4 മണിക്കൂർ. ഹലോ അയ്യോ നല്ല കളിക്കാൻ ബാക്കിയും കൂടി ഇരുന്നു. I don't know how I'm finishing this. Yeah bro, അവനെന്തോ കമൻറ്റ് ചെയ്തു ഹായ്. Yeah bro, ഹായ് ബ്രോ. എടാ അവനെന്താ കൊല്ലാൻ പോകുന്നത്? എല്ലാവർക്കും ഫസ്റ്റ് ഒരാളെ കൊല്ലില്ല. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കണ്ടേ? എടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് കഴിക്കുന്നില്ല. ഏറ്റവും പറ്റും അത്രയും വിളിച്ചുകൊണ്ട് കൊടുക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ നമ്മൾ സാധനം എന്ത് കഴിക്കണം. നമ്മൾ പീസിന് വെള്ളമാണോ ആ കിട്ടുള്ളൂ. ഭയങ്കര സ്പീഡിന് എൻ്റെ അടുത്ത് കൊണ്ടുകൊണ്ടിരിക്കട്ടെ.
തീർന്നു 2 അടി 2 നമുക്ക് കിട്ടി വരും ജയിപ്പിച്ചോ. പോയി 8 നമുക്ക് റീസ്പോൺ ആയിട്ട് മതി കേട്ടോ. അയ്യോ അവൻ ചത്തടാ. ഞാൻ വേണം എല്ലാത്തിനും. എടാ 2 എണ്ണം ചത്താ. അവൻ ചത്തു. മറ്റേ നെവർ ട്രസ്റ്റ് ചീസ് ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്, വിശ്വസിക്കരുത്. ചീസ് മേ ബി നിയർ യു. നമ്മളടുത്തുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കാണും. ഇന്ത്യയിലൂടെ കളിച്ചവന്മാരൊക്കെ ഇവരും നല്ല ഇവിടെ കളിച്ചാണെങ്കിൽ ആ ടേസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഗെയിം ഫുൾ ഓഫ് അപ്പോൾ ചിലക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ വെറൈറ്റീസ് കാണുന്നുണ്ടെങ്കിൽ ബൈ. ലവ് യു. ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ഗെയിം നമ്മൾ നിങ്ങൾക്ക് ഏത് ഗെയിം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗെയിം എത്ര നേരം ഞാൻ കുത്തിയിരുന്നെന്ന് പറഞ്ഞത്. എനിക്കിപ്പോൾ ഒരു കാര്യം നോക്കണം. എന്താ അറിയോ, അതിപ്പോൾ തുറന്നിരിക്കുന്നു എന്നാണ്. ഒരു വിഷയമില്ല, ഒരു തേങ്ങയില്ലത് നമ്മളെത്താം. ഇവിടെ ഇല്ല. അപ്പം ഞാനിവിടെ റോഡ് കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരു പരിപാടിയും ചെയ്തില്ല. ഗുഡ് ബൈ.